എല്ലാവർക്കും നമസ്കാരം. അമ്മേ, ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്ന് 4 മണിക്ക് പഴുത്ത പഴയത്തപ്പഴം വിളയിച്ച് ഒരു ബോൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കും. അതായത് ഏത്തപ്പഴം ലഡു. ഏത്തപ്പഴം ലഡു. ഏത്തപ്പഴം ലഡു, ഏത്തക്ക ലഡു. അതാണ് ഏത്തക്ക ലഡു. ഇത് കഴിച്ചു നോക്കി. ഇത് ആദ്യം ചോദിക്കട്ടെ, ഇത് കഴിക്കുന്നതിന് ഇത് എവിടുന്ന കണ്ടുപിടിച്ചറിയാലോ. പറയണ്ടല്ലോ. അമ്മ ഒരു കാര്യം കാണുമ്പോ ഇവിടുന്ന് കണ്ടുന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ. ഇൻസ്പയർ ആയത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഏതോ ചേച്ചി. ഓക്കെ, ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇത് ആദ്യം ഉണ്ടാക്കിയത് പറഞ്ഞിട്ട് ആദ്യം ഏത്തപ്പഴം മുറിച്ചിട്ട് ശർക്കരയിൽ വിളയിച്ചു. നെയ്യിൽ ആദ്യം ഒന്ന് മഴറ്റി ഏത്തപ്പഴം, എന്നിട്ട് ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ട് വിളയിച്ചു. തേങ്ങ ഇടണായിരുന്നു. തേങ്ങ കുഞ്ഞുവിന് തേങ്ങ ഇഷ്ടമല്ല, അതുകൊണ്ട് തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. അതല്ല സംശയം, ഈ വിളയിക്കാന്ന് വഴറ്റി എടുക്കുന്നതിനാണ് നമ്മള് അവിലൊക്കെ വിളയിക്കുന്ന പോലെ ശർക്കര. ഞാൻ വിളയിക്കാനുള്ള ടൈമിൽ മധുരം പിടിച്ച സാധനങ്ങൾക്ക് മാത്രമേ വഴറ്റി എടുക്കുന്നതിനാണ്. ഇതിൽ തേങ്ങ ഇട്ടാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ശർക്കര കിടക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവും, ബുദ്ധിമുട്ട് തോന്നുന്നു. എന്നാ ഞാൻ ഇട്ടില്ല എന്താണെങ്കിലും. എന്നിട്ട് അത് വിളയിച്ചെടുത്തിട്ട് അതിലേക്ക് അവില് പൊടിച്ചിട്ട് ഇട്ടു. അത് നല്ല കുറച്ചും കൂടെ എന്താ പറയാ, അവില് സത്യം പറഞ്ഞ വിളയിച്ച അവില് ഉണ്ടാക്കിയതാണോ? അല്ല, അവില് പൊടിച്ചിട്ട്. ഞാൻ അങ്ങനത്തെ ശ്രമിച്ചത്. അവില് വിളയിച്ചിട്ട് ഏത്തക്കയില് ഇതാക്കിട്ട് കുഴച്ചതാക്കി. ഇത് നേരെ തിരിച്ചല്ല, നേരെ എതിര് ചെയ്യും. അങ്ങനെ ചെയ്ത് നോക്കാം. വിളയിച്ച അവില് തേങ്ങ ഇതാക്കിട്ട് വഴറ്റി അതായത് കൊല്ലം പറഞ്ഞ സാധനങ്ങൾ ഞാൻ ചിന്തിച്ചത് നേരെ തിരിച്ചാ. ഇതേപോലെ തന്നെ ഈ പഴം വിളയിച്ചു, അവില് നേരെ അങ്ങ് അതിലേക്ക് ഇടാം. പൊടിക്കാതെ പൊടിച്ചിട്ടിട്ടു. എന്തായാലും നമുക്ക് ലഡുവായിട്ട് വന്നിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി കുറച്ച് ഇത് എല്ലാവർക്കും എപ്പോഴും ഇതിങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി. ഇത് കാണിക്കാൻ വേണ്ടി ബജറ്റ് ഫ്രണ്ട്ലി ഭംഗിക്ക് വേണ്ടി വെച്ചതാ. പണ്ടിരിക്കുന്നതാണ് ഓർമ്മ. പണ്ട് ബേക്കറിയിൽ മറ്റേ മുന്തിരി, കറുത്തൊരു മുന്തിരി ഇനി കഴിച്ചിട്ട് പറ. കാണാനൊക്കെ ലഡു പോലെ ഉണ്ട്. നമ്മുടെ ഇതിന്റെ മണാണ്, നെയ്യുടെ മണാണ് ആദ്യം തന്നെ കിട്ടുന്നത്. അതിനല്ലോ മറ്റേ ഉണ്ണിയപ്പല്ലേ, ഉണ്ണിയപ്പം പോട്ടെ. ഇതേ രുചിയുള്ള സാധനം ഉണ്ടായിരുന്നല്ലോ. എനിക്കൊരു ഉണ്ണിയപ്പത്തിന്റെ രുചിയാ കിട്ടുന്നത്. അമ്മ പഴങ്ങൾ ഉണ്ണിയപ്പം ഇല്ല, അമ്മ കഴിഞ്ഞ ദിവസം അതില്ലേ അതിന്റെ രുചി കിട്ടുന്നേ. കുമ്പളപ്പത്തിന്റെയോ അല്ലാണ്ട് ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതോ? വൈകുന്നേരം കഴിച്ചത് ഒരു ഇതുണ്ട്, ഒരു ഉണങ്ങിയ ഇതാണ്. ഏലക്കയുടെ രുചി കുറച്ച് കേറി വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. അവിലിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. അവിലിന്റെ ടേസ്റ്റ് ഇല്ല, പക്ഷെ അവിലിന്റെ തരിതരിപ്പ് ഉണ്ട്. അവിലിന്റെ തരിതരി ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയാണ് അവര് വെറുതെ അത് ഇതാക്കി ഉണ്ടാക്കി കടിയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. പക്ഷെ എന്തൊരു പച്ചപ്പ് പോലെ ഉണ്ട്. എന്താണാവോ അറിയില്ല, ശരിക്കും വണ്ടില്ല. അതല്ല, മൊത്തത്തിൽ ഇത് കാണുമ്പോഴും കഴിക്കുമ്പോഴും വേവാത്തൊരു തോന്നല്. എനിക്ക് തോന്നുന്നില്ല ഇത് വേവാതിരിക്കുവോ? അതല്ല അമ്മേ, വെന്തില്ല അങ്ങനെ തോന്നുന്നത് കാണുമ്പോ. അത്ര സോഫ്റ്റ് ആയിട്ടാ, ഭയങ്കര സോഫ്റ്റ് അല്ല. എന്തോ കുറച്ചും കൂടെ മാറ്റം വരാനുണ്ടെന്ന് തോന്നുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോ. എനിക്ക് തോന്നുന്നേ മധുരം ഉണ്ട്, പക്ഷെ ഈ പൊടി കൂടിപ്പോയി തോന്നുന്നു. അതായിരിക്കും പൊന്ന പച്ചപ്പ് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ അമ്മ വഴറ്റുന്ന ദിവസം കുറെ പൊടി എന്താ പറയാ, നമ്മ കൊറേ വഴറ്റിയിട്ടും അത് മൊത്തത്തിൽ ചേരാത്ത പോലെ കുറച്ച്. ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു കൂടെ നോക്കി വഴറ്റാൻ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ അമ്മ എടുത്ത ക്വാണ്ടിറ്റി പഴം കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ. എനിക്ക് കൂടുതലായിട്ട് തോന്നിയ കാരണം തന്നെ ഏലക്കയുടെ ഇത് രുചിയാണ്. അത് കുറച്ച് കൂടിപ്പോയി. അതിന്റെ ഇത് കിട്ടുന്നുണ്ട്. കാരണം കൊള്ളാം, ഒരു പുതിയൊരു ട്രൈ ആണ്. അതെ, പുതിയൊരു ശ്രമം.
എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്ന. അതായത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്തു. ഏത്തപ്പഴം എന്ന് പറഞ്ഞ ഇതാണ്. ഏത്തപ്പഴം കൊണ്ട് ഇഷ്ടംമാതിരി സാധനം ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ പോലെയാണ്, എന്ത് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. പച്ചക്കും ഉണ്ടാക്കാം, പഴുത്തിട്ടാണെങ്കിലും ഉണ്ടാക്കാം. അതിന് മുമ്പ് ഏത്തപ്പഴത്തിന്റെ കാര്യം നമ്മൾ പഴത്തെ പറ്റി സംസാരിക്കണം കേട്ടോ. എന്താണ് തന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ശരിക്കും ഏത്തപ്പഴം എന്ന് അതിന് പേരുണ്ട്. അത് യഥാർത്ഥത്തിലൊരു പഴമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷില് പഴത്തിന് ബനാന എന്നാണ് പറയാ, വാഴപ്പഴത്തിന്. പക്ഷെ ഏത്തപ്പഴം മാത്രം, അതിന് മാത്രമേ വ്യത്യസ്ത പേരുണ്ട്. അതിന് പ്ലാന്റെയിൻ എന്നാണ് പറയാ ആ സാധനത്തിന്. അല്ല മീൻസ് ഈ ഏത്തപ്പഴത്തിന് പ്ലാന്റെയിൻ ആണ് പറയാ. അപ്പൊ പുറത്തുള്ളവരൊക്കെ ഇത് രണ്ട് സാധനമായിട്ടാണ് കരുതുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ഇത് രണ്ടും ഒരേ പഴം തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ രണ്ട് പക്ക വ്യത്യസ്തമായ പേരല്ലേ? ഇപ്പൊ ചെറുപഴം ആണെങ്കിൽ തന്നെ പഴത്തെ ഏതെല്ലാം തരത്തിലുള്ള പഴങ്ങളാണ്. അങ്ങനെയല്ല അമ്മേ. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മളിവിടെ കൃഷി, അതെ ഇപ്പൊ ഇവിടെ തന്നെ കൃഷിയൊക്കെ നടത്തുമ്പോ ഇപ്പൊ ഏത്തപ്പഴത്തിന്റെ കൃഷിയാണെങ്കിൽ അവര് അവിടെ പ്ലാന്റെയിൻ ഇതെന്നായിരിക്കും ഉണ്ടാവുക, കൾട്ടിവേഷൻ ആയിരിക്കും ഉണ്ടാവുക. സാധാ ഏത് പഴമാണെങ്കിലും അത് ബനാന ആ ഒരു ഇതിലേക്ക് ഉണ്ടാവുക. എന്തേലും ഈ ഏത്തപ്പഴത്തിന് സാധാ പഴത്തെക്കാളും എന്തേലും ചിലപ്പോ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? ഏത്തപ്പഴം എനിക്ക് ആദ്യം ഉണ്ടായത്. ഏത്തപ്പഴത്തിന്റെ ഇതാണെങ്കിലോ വകഭേദങ്ങളാണെങ്കിലോ അതൊക്കെ. ഏത്തപ്പഴത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? ഏത്തവാഴ കൃഷി ചെയ്ത് അതിന്റെ എല്ലാ സാധനവും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇല്ലല്ലോ, ഏത്തപ്പഴത്തിനാണ് ഏറ്റവും കൂടുതൽ അതിന്റെ കൂടുതൽ എല്ലാരും ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം, ഏത്തപ്പഴം എന്ന് പറയുന്നത് വാഴ. മലയാളത്തിൽ നമ്മൾ ഇതിന് രണ്ട് പേരും അറിയും. ഏത്തപ്പഴം എന്നും പറയും, നേന്ത്രക്കായ എന്നും പറയും. ഇത് രണ്ടും കേരളത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നുണ്ടായ അങ്ങനെ എന്തെങ്കിലും പേരിലുണ്ടായ വ്യത്യാസമാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഇവിടെ വയനാട്ടിൽ എന്താ പറയാ പൊതുവെ? ഈ നേന്ത്രം എനിക്ക് തോന്നുന്നത് ഇതിന്റെ വേറൊരു വകഭേദത്തിനാണ്. ഏത്തക്കയുടെ തന്നെ വേറെ വകഭേദം ഉണ്ടോ? അതായത് നെല്ലിന് പലതുണ്ടാവില്ലേ, അയ്യാറിട്ട് നമ്മള് കടയിൽ പോകുമ്പോ ഏത്തപ്പഴം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എന്നെ ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് വെച്ചാൽ ആരാന്നറിയോ? മാന്തമ്മ നേന്ത്രപ്പഴം എന്നാണ്, നേന്ത്രക്കായ എന്നാണ് പറയാ. നേന്ത്ര അറിയില്ല, അതൊക്കെ നോക്കേണ്ടി വരും അതിനെ പറ്റിയൊക്കെ. പഴത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴം കഴിക്കാൻ ഏതാണ്? എനിക്ക് റോബസ്റ്റ് ആണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം മൈസൂർ പഴം. പുട്ടിലൊക്കെ കഴിച്ച് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്കതാണ്. എനിക്ക് ഓരോ സമയത്ത് ഓരോന്ന്. എന്തുകൊണ്ടാന്ന് പറഞ്ഞ നമ്മള് പണ്ട് ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ആ സമയം റോബസ്റ്റ് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. റോബസ്റ്റ് ശരിക്കും അത് പിന്നെയാണ് അതിന്റെ ടേസ്റ്റ്. അത് ഷെയ്ക്ക് അടിക്കാൻ നല്ലൊരു പഴമാണ് അത് റോബസ്റ്റ്. അത് ആ പഴത്തിലാണ്. മൈസൂർ വലിയ തടിച്ച പഴത്തില് അതാണ് റോബസ്റ്റ്. അമ്മ മെഴുകുതിരിപ്പഴം എന്ന് പറയില്ല, അതിന്റെ വലുതാണ് റോബസ്റ്റ്. അതായത് ചെങ്കദളിയുടെ പച്ച നിറത്തിലുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ അവിൽ മിൽക്കിൽ അടിച്ചിരുന്ന പൂവമ്പഴമാണ് പൊതുവെ എല്ലാവർക്കും അടിച്ചിരുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ചിലപ്പോ ഇതാണ് അടിച്ചിരുന്നു പറയണത്. ഇത് ഷെയ്ക്കിന് നല്ലതാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പുട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് മൈസൂർ പൂവനാണ്, അത് കഴിക്കുന്നതാണ്. പക്ഷെ അല്ലാത്ത വിഷയം ഇപ്പൊ പുഴുങ്ങി അങ്ങനത്തെ കാര്യത്തിന് വേറൊന്നും പറ്റില്ലല്ലോ. ചിപ്സ്, അതായത് അങ്ങനെ സ്നാക്സ് പരുവത്തിലാണ് കഴിക്കാൻ. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഞാലി മൈസൂർ എനിക്ക് എപ്പോഴും സംശയമാണ്. അത് എനിക്കിത് മതി ഇതിന്റെ മണത്തിലാണ്. ഈ മൈസൂർ പൂവിന് ഒരു പ്രത്യേക മണമുണ്ട്. കടയിൽ പഴം ചോദിച്ചാൽ മൈസൂർ പറയുന്നത് ഇത് എന്നിട്ട് ഇത് കട ചെയ്യുമ്പോൾ ഏതാന്ന് ഞാൻ എന്താ ചെയ്യുന്ന പറയുമ്പോ ഞാൻ അവരോട് അതല്ല ഏതാന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. അപ്പൊ അവര് പറഞ്ഞു തരുമല്ലോ, അതിൽ മാറ്റി പറയും. ഞാനത് എനിക്ക് കുഞ്ഞു കൊണ്ടുതന്നില്ലേ, അതാണ് ഞാനിപ്പോ ചെറുതായിരിക്കും. അതുപോലെ കായും ചെറുതായിരിക്കും. പൂവമ്പഴത്തിന് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. മൈസൂർ പുളിയുള്ളത് മൈസൂർ പൂവന്. ഈ പഴമല്ലല്ലോ നമ്മള് മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഇടുന്നത്. അല്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പൂവമ്പഴമൊക്കെ ഇടും.
പൂവന്തിപ്പഴം അതാണ് സാധാരണ ഇടുക, അല്ലെങ്കിൽ റോബസ്റ്റ് ഇടാം. സാധനം രസമുണ്ട്, പക്ഷേ പൊടി കുറച്ച് കൂടിപ്പോയി. പൊടി കുറച്ച് കുറച്ച് പഴത്തിന്റെ അളവ് കൂടിയാൽ മതി. അതെ, പഴത്തിന്റെ അളവ് കുറഞ്ഞിട്ട് പൊടി കൂടിപ്പോയി അല്ലേ? ഞാൻ രണ്ടാമത് ഇട്ടതിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യം ഇട്ടത് തന്നെ ഇട്ടാ മതി. പൊടി കുറച്ച് മതി, പഴം കൂടുതലും പൊടി കുറച്ചു. അല്ല, രണ്ടാമത് ഞാൻ കുറച്ചും കൂടി ഇട്ടു. അപ്പം അത് ഈ കുറച്ച് ഒരു കാഷ്നട്ട് ഇടുന്ന കുറച്ചും കൂടെ കാഷ്നട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ മറ്റേ അല്ല, ഇല്ല. ഇത് അതിന് ഇടായിരുന്നു, വേണി പൊടിച്ചിട്ട് ഇതില് ഇട്ട് കുഴച്ചിട്ട് ചെയ്യായിരുന്നു. വേണ്ടാന്ന് വെച്ചതാ. ഇതിന് ഒരു അവിലിന് പകരം ആശോട്ടി കുടിച്ചില്ല. ഓ എന്റെ ദൈവമേ, അതിട്ട് ചെയ്യുന്നുണ്ട്. ഓ എല്ലാം കൊളസ്ട്രോൾ എല്ലാം കൂടെ കേറി ഷുഗറും ഇടയ്ക്ക്. പിന്നെ അതല്ല, നമ്മളിത് സ്ഥിരം കഴിക്കുന്നില്ലല്ലോ. എല്ലാവട്ടും ഇത് തന്നെയാണ് സ്ഥിരം. പക്ഷെ ഒരു കാര്യമില്ല, നമുക്ക് പൊന്നനെ ലഡു ഇഷ്ടാണോ? ഇഷ്ടാ? അമ്മയ്ക്കോ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അമ്മ ജിലേബി ഇടാല്ലേ? ജിലേബി എനിക്ക് പൊതുവെ ഇതൊന്നും എന്താ പറയാ അങ്ങ് ഭയങ്കരമായിട്ട് അത്ര ഇഷ്ടം. കാരണം കുറച്ച് ഒരു 3 എണ്ണം കഴിച്ചത് എനിക്ക് കുറച്ച് തലയിലൊരു ഇതൊരു മത്ത് പോലെ ഒരു മോൻ സംഭവം. എപ്പോഴും ഇത് നെയ്യോ ഇട്ടിട്ട് വഴറ്റി കഴിക്കുന്നില്ലേ? അമ്മ ഞാൻ പറഞ്ഞ ഈ മധുരം ഉള്ളതാണ്, ശർക്കര ഇട്ടത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് അങ്ങനത്തെ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയത് എന്താ, പഴം ഇരിക്കുന്നു ഇങ്ങനെ, ഞാൻ അതിലേക്ക് തൊട്ടിക്കൊണ്ടിരുന്നു, ഇത് കണ്ടു. അന്നേരം നമ്മുടെ വീട്ടിൽ എവിടെ ആ പഴം കൊറേ ഇരിക്കുക, എന്നാ പിന്നെ ചെയ്തു പരീക്ഷിച്ചതാ. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറയാം, അങ്ങനെ എല്ലാ അമ്മമാരും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ കാണുമ്പോ അപ്പ ഉണ്ടായിരുന്നു മക്കൾക്ക് എപ്പോഴും അമ്മമാരിൽ എപ്പോഴും സ്നേഹമാണ്. പിന്നെ യൂട്യൂബിൽ കാണാൻ ഉണ്ടാക്കി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അമ്മക്ക് നമ്മള് സാധാരണ ഏത്തപ്പഴം എന്താ പുഴുങ്ങി കഴിക്കുക, അല്ലെങ്കിൽ വഴറ്റി കഴിക്കുക. വഴറ്റിയിട്ട് ഇതാക്കി കഴിക്കലല്ലേ ഉള്ളൂ. പിന്നെ ഇന്നാളെ ഒരു ദിവസം ഞാൻ ഇതുണ്ടാക്കി തന്നില്ലേ, ഗോതമ്പ് പൊടി ഇട്ടിട്ട് പഴവും ഇലയും. അന്ന് ഉണ്ടാക്കുന്നതാണ്, അത് നല്ലതായിരുന്നു. എനിക്കെന്നാ അതിന്റെ രുചിയാണോ അത് നല്ലൊരു രുചിയായിരുന്നു. അത് പക്ഷെ ഗോതമ്പ് പൊടിയോ തേങ്ങ. ഞാൻ അമ്മയോട് ചോദിക്കാം, അമ്മ ഇത് വേറെ ഏതോ രീതിയിൽ ഉണ്ടാക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്തോ? അത് ഈ ഗോതമ്പ് കൊണ്ടുള്ളതാണോ അമ്മ ഉദ്ദേശിച്ചത്? കോഴിക്കോട്ട ഇതുകൊണ്ട് തന്നെ. അല്ല, അതല്ല, ഗോതമ്പ് പൊടി ഇതിന്റെ ഉള്ളിൽ തേങ്ങ അല്ല, പഴം പുഴുങ്ങി ഉടച്ചിട്ട് ഗോതമ്പ് പൊടിയും കൂടെ കൂടി കുഴക്കുക. എന്നിട്ട് സാധാരണ മറ്റേ അതിലേക്ക് സാധാരണ തേങ്ങ വഴറ്റി എന്നിട്ട് ആവിയിൽ വേവിക്കുക. അതായത് പഴം ഇതിന്റെ തൊലിക്ക് പഴം ഇതാക്കിയിട്ടല്ലേ, വെറൈറ്റി ആയിരിക്കും. ഉണ്ടാക്കി തരാം ദിവസം. കൊള്ളാം, മധുരാണ്. ഇടയ്ക്ക് ഇപ്പൊ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് എന്നും ഇപ്പൊ ഏത്തപ്പഴം എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഇതിപ്പോ നമ്മൾ ആ കൊല പഴുത്തത് അല്ലേ, അത് കൊല പഴുത്തത് ഉപയോഗിക്കാണ്ട് വെച്ച് മറന്ന് അത് അമ്മ എടുത്തത് മൊത്തം പഴുത്തു തുടങ്ങി അധികം പഴുത്തതായി കറുത്ത് തുടങ്ങുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കി. അതായത് ആ പഴം വേവിക്കാൻ പറ്റൂല, വേവിച്ച ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും. രാവിലെ പുഴുങ്ങി തന്നപ്പോ ആ കറുത്ത നിറത്തിൽ വരുമ്പോ, അപ്പൊ ഇങ്ങനെയൊക്കെ അത് വഴറ്റുമ്പോ അതിന്റെ രുചി അങ്ങ് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കളയണ്ട, ഭക്ഷണത്തിന് കളയുന്നത് ഇങ്ങനെ. അതിനാണ് ഓരോരുത്തരായിട്ട് യൂട്യൂബിന്റെ ഒരു ഗുണം അതാണ്. ഒരു സാധനത്തെ വേസ്റ്റ് ചെയ്യാതെ പരമാവധി എങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാന്നുള്ളത് ആൾക്കാരെല്ലാം കണ്ടുപിടിച്ചു. ആ കാര്യത്തിൽ യൂട്യൂബ് ഭയങ്കര ഒരു ഗുണം തന്നെ. ഒന്നും നമുക്ക് പാഴാക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്നാ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കഴിക്കാനൊരു കടി അത്രേ ഉള്ളൂ. എപ്പോഴും കഴിക്കാനൊന്നും പറ്റൊന്നുമില്ല, വെറുതെ കഴിക്കാം വല്ലപ്പോഴും. ഇത് ഈ കടിയും പലഹാരവും ഒരേ സാധനമാണോ? പല സ്ഥലങ്ങളിൽ പലത് പറയുന്നത് അത്രേ ഉള്ളൂ. ഇത് കടി പലഹാരം അതല്ല, ഇത് ശരിക്കും പറഞ്ഞ കടി പലഹാരയിലും ഇത് പെടുന്ന തന്നെയാണോ? എല്ലാം അങ്ങനെ തന്നെയാ മോനെ. ഓരോ പ്രദേശത്തിലും ചായക്ക് കടി എന്ന് പറയും. പേരാമ്പ്ര ഭാഗത്തേക്കൊക്കെ ഇത് എന്താ പറയാ, കൂട്ടൽ എന്ന് പറയാ. ചായക്ക് കൂട്ടല്. ഒരു പ്രദേശത്തിന്റെ ഒരു അത് നല്ല രസം. ഞങ്ങൾ അവിടെ അവധിക്ക് ആന്റിയുടെ വീട്ടിൽ പോകുമ്പോ അവരെന്താ ചെയ്യുന്ന അറിയാം, വൈകുന്നേരം ഇതാകാവുക ഇത് കശുവണ്ടിയാണ് അവിടെ നിറയെ. എന്നിട്ട് ഓരോരുത്തരും പെറുക്കും, ഓരോരുത്തർക്കും ഉണ്ടാവും പറമ്പിൽ. എന്നിട്ട് അതിന്റെ ഇത് പെറുക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ചായക്ക് കൂട്ടല് വന്നു ചായക്ക് കൂട്ടല്. അല്ല, അത് പെറുക്കുന്നതിനനുസരിച്ച് 1 കിലോ 2 കിലോ ഒക്കെ കൊണ്ട് കൊടുക്കാലോ, ഇഷ്ടം പോലെ ഇല്ലേ. ഈ ഏപ്രിൽ മെയ് മാസത്തിൽ അത് പഴുത്ത് വീഴുക. എല്ലാവർക്കും പശുമാന്തോട്ടാണ് ആന്റിയുടെ വീടിന്റെ അവിടെ. അപ്പൊ അമ്മ പറഞ്ഞ പോലെ പേരാമ്പ്രയില് കിട്ടുന്ന കൂട്ടല് കൂട്ടല് പോലെ
ഇടയ്ക്കൊക്കെ ഒരു നല്ല ചായക്കോ ഇവിടെ നമ്മൾ കാപ്പിക്കോ കൂട്ടലായിട്ട് ഉപയോഗിക്കാം. വൈകുന്നേരം കൂട്ടിക്കഴിഞ്ഞാൽ കാപ്പിയുടെ കൂടെ ഭയങ്കര മധുരാണ്. വീണ്ടും പറയുകയാണ്, ഷുഗർ പേഷ്യൻസ് അല്ല നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം നെയ്യ് പഴം അതൊക്കെ മധുരം. അതുകൊണ്ട് വളരെ അധികമായ തോതിൽ ഉണ്ടാക്കണ്ട, 1-2 കഴിക്കാനായിട്ട് അന്നേരം കഴിക്കാൻ പറ്റും തോന്നുന്നു. മധുരമായതുകൊണ്ട് അങ്ങനെയുണ്ട്. പിന്നെ ചിലവർക്ക് മധുരത്തിനോട് ഭയങ്കര താല്പര്യം കൂടുതൽ ഉണ്ടാവില്ല, അവർ കുറെ കഴിച്ചു പോകും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കും. ഇത് ഒരു കടിയാൻ പറ്റിയ സുഖം കിട്ടണ്ടേ, 2 കഴിക്കണം ഒരാള്. ഞാൻ തന്നെ 3 കഴിച്ചു. ഞാൻ 2 കഴിക്കുമ്പോഴത്തേക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇടയ്ക്ക് ഉണ്ടാക്കിയ ശ്രമിച്ചു നോക്കുക. പഴം നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ഏത്തൊക്കെ കറുത്തു തുടങ്ങുമ്പോ എടുത്ത് ഉണ്ടാക്കി അത് പാഴാക്കി കളയാതിരിക്കാൻ വേണ്ടി ഒരു പോംവഴി പെട്ടെന്ന് തന്നെ ഉരുട്ടി വേവിച്ചുരുട്ടി. സമയം വേണ്ട, പെട്ടെന്ന് ചെയ്യാം. സമയം അധികം 1 മണിക്കൂറിനുള്ളിൽ പരിപാടി. 1 മണിക്കൂറൊന്നും എടുത്തില്ല അല്ലേ മോനെ? പെട്ടെന്ന് ചെയ്തു. ശർക്കരപ്പാനി ഉണ്ടാക്കിയപ്പോഴത്തേക്കും പഴം അരിഞ്ഞ് വഴറ്റി. അമ്മ എത്ര പഴം എടുത്തേ? ഞാനും 4. ഒരു 4 മീഡിയം സൈസ് പഴമാണ് എടുക്കുന്നതെങ്കിൽ ഈ 1 കപ്പൊന്നും വേണ്ട. ഇത് പൊടിയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ 3/4 കപ്പ് ഇല്ലെങ്കിൽ മറ്റേ സാധാരണ അവിൽ ചുമ്മാ ഇട്ട് അങ്ങനെ വഴറ്റിയെടുത്താലും നല്ല ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അത് എനിക്ക് തോന്നുന്നത് ഇതില് പൊടി ഇട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ രുചിയായിരിക്കും. പക്ഷെ അത് ഉരുട്ടാനൊന്നും പറ്റൂല, പൊടി ഇട്ടില്ല ഉരുണ്ട് വരില്ല. അതിനുവേണ്ടിയാണ് പറഞ്ഞത് ടൈറ്റ് ആക്കിയത്. അത് വെള്ളം പോലെയായിരുന്നു. അപ്പൊ ഇന്നത്തെ ചായ കൂടി സന്തോഷമല്ലേ? വെറൈറ്റി പലഹാരം സന്തോഷത്തോടെ കഴിച്ചു. എല്ലാവരും പരമാവധി ഏത്തക്ക വഴറ്റി ഉരുട്ടിയെന്ന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് കാണുമ്പോ ലഡുവായിട്ടാണ് ഏറ്റവും സാമ്യമുള്ള ഏത്തക്ക ലഡു. അതെ, അതാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും ഇതേപോലെ ഏത്തക്ക ലഡു ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ആസ്വദിക്കുക. ശ്രമിച്ചു നോക്കുക. എന്തായാലും ശ്രമിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക, അങ്ങോട്ടൊക്കെ കഴിക്കുക. കഴിച്ച് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കിയവർ വീണ്ടും ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കാത്തവർ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഇത് കണ്ടിട്ട് വേറെ ആൾക്കാരുണ്ടാക്കുക. അതെ. അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാപ്പിയൂടി കഴിഞ്ഞു. അതെ. അപ്പൊ ഇതുപോലെ മറ്റൊരു കാപ്പിയൂടിയുമായിട്ട് അതിൽ മറ്റൊരു പലഹാരമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും